നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു സുവർണ കാലഘട്ടത്തെക്കുറിച്ചാണ്, അബ്ബാസിദ് ഖിലാഫത്ത്. പേരും കേട്ടാരും പേടിക്കണ്ട, വളരെ രസകരമായ ഒരു ചരിത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് അബ്ബാസിദ് ഖിലാഫത്ത്? കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇസ്ലാമിക ലോകത്തെ പിടിച്ചുലച്ച ഒരു വലിയ സാമ്രാജ്യത്തെക്കുറിച്ചാണ്. ഏതാണ്ട് ക്രിസ്തുവർഷം 750 മുതൽ 1258 വരെ നീണ്ടുനിന്ന ഈ ഖിലാഫത്ത് അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളിലൊന്നായിരുന്നു. എവിടെയായിരുന്നു ഇത്? പ്രധാനമായും പേർഷ്യൻ, മെസപ്പൊട്ടേമിയൻ സംസ്കാരങ്ങളോട് സ്വാധീനത്തിൽ വളർന്നുവന്ന ഒരു വലിയ ശക്തിയായിരുന്നു അബ്ബാസിദ് ഖിലാഫത്ത്. സ്ഥാപകനാരായിരുന്നു? അബ്ബാസിദ് ഖിലാഫത്ത് സ്ഥാപിച്ചത് അബുൽ അബ്ബാസ് എന്ന ഭരണാധികാരിയാണ്. അദ്ദേഹത്തെ അൽ സഫാഹ് എന്നും അറിയപ്പെടുന്നുണ്ട്. അൽ സഫാഹ് എന്ന വാക്കിന് രക്തം ചിന്തുന്നവർ എന്നൊക്കെയാണ് അർത്ഥം. അക്കാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് ലഭിച്ചത്. രാഷ്ട്രീയപരവും ഭരണപരവുമായ മാറ്റങ്ങൾ. അബ്ബാസിദ് ഖിലാഫത്ത് അധികാരത്തിൽ വന്നതോടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. കേന്ദ്രീകൃത ഭരണം. എല്ലാ കാര്യങ്ങളും ഒരു കേന്ദ്രത്തിൽ നിന്ന് നിയന്ത്രിക്കുന്ന രീതിയായിരുന്നു അവർക്ക്. ഇത്രയും വലിയ സാമ്രാജ്യം ഭരിക്കാൻ ഇത് അത്യാവശ്യമായിരുന്നു. വസീർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി. ഖലീഫയെ ഭരണപരമായ കാര്യങ്ങളിൽ സഹായിക്കാൻ ഒരു പ്രധാനമന്ത്രിയെപ്പോലെ ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു. ഇവരെയാണ് വസീർ എന്ന് വിളിച്ചിരുന്നത്. സ്ഥിരമായ സൈന്യം. രാജ്യത്തിന് സുരക്ഷ ഉറപ്പാക്കാൻ അവർക്ക് സ്വന്തമായി നല്ല പരിശീലനം ലഭിച്ച ഒരു സൈന്യമുണ്ടായിരുന്നു. ശാസ്ത്രീയവും സാഹിത്യപരവുമായ പുരോഗതി. അബ്ബാസിദ് കാലഘട്ടം എന്ന് പറയുന്നത് ശാസ്ത്രത്തിനും സാഹിത്യത്തിനും ഒരു സുവർണ കാലഘട്ടം തന്നെയായിരുന്നു. ഒരുപാട് കണ്ടുപിടുത്തങ്ങളും പുസ്തകങ്ങളും ഈ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. വൈദ്യശാസ്ത്രം. അക്കാലത്തെ ഏറ്റവും വലിയ ഡോക്ടർമാരായ ഇബ്ൻ സിനയും റാസിയുമൊക്കെ ഈ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. ഇബ്ൻ സിനയുടെ ദ കാനൺ ഓഫ് മെഡിസിൻ എന്ന പുസ്തകം വൈദ്യശാസ്ത്ര ലോകത്ത് ഒരു വിപ്ലവം തന്നെയായിരുന്നു. യൂറോപ്പിൽ പോലും ഇത് ഒരുപാട് കാലം പാഠ്യപുസ്തകമായി ഉപയോഗിച്ചു. ഗണിതശാസ്ത്രം. ഗണിതശാസ്ത്രത്തിൽ അൽ-ഖ്വാരിസ്മിയുടെ സംഭാവനകൾ വളരെ വലുതാണ്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ഓൾജിബ്രയുടെ പിതാവായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. തത്വചിന്ത. ഈ കാലഘട്ടത്തിലെ ചിന്തകന്മാർ ഗ്രീക്ക് തത്വചിന്തകളെ ഇസ്ലാമിക ചിന്തകളുമായി സമന്വയിപ്പിച്ചു. അൽ-കിന്ദി, അൽ-ഫരാബി എന്നിവരൊക്കെ അറിയപ്പെടുന്ന തത്വചിന്തകന്മാരായിരുന്നു. ബൈത്തുൽ ഹിക്മ. ബൈത്തുൽ ഹിക്മ എന്നാൽ വിജ്ഞാനത്തിന്റെ ഭവനമെന്നാണ് അർത്ഥം. ഇത് അബ്ബാസിദ് ഖിലാഫത്തിലെ ഒരു പ്രധാനപ്പെട്ട പഠന കേന്ദ്രമായിരുന്നു. ഇവിടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അറിവുകൾ ശേഖരിക്കുകയും പല ഭാഷകളിലുള്ള പുസ്തകങ്ങളും അറബിയിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുകയും ചെയ്തു. ഇത് അറിവിന്റെ വ്യാപനത്തിന് വലിയ സംഭാവന നൽകി. കലയും വാസ്തുവിദ്യയും. അബ്ബാസിദ് കാലഘട്ടം കലയുടെയും വാസ്തുവിദ്യയുടെയും ഒരു സുവർണ കാലഘട്ടമായിരുന്നു. അവരുടെ തലസ്ഥാനമായിരുന്ന ബഗ്ദാദ് ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരവും സമ്പന്നവുമായ നഗരങ്ങളിൽ ഒന്നായി വളർന്നു. കാലിഗ്രഫി. ഖുറാൻ വാക്യങ്ങളും മറ്റു രചനകളും മനോഹരമായ രീതിയിൽ എഴുതുന്ന ഈ കലാരൂപം അക്കാലത്ത് വളരെ പ്രചാരത്തിലുണ്ടായിരുന്നു. മോസ്കുകൾ. ഈ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട മുസ്ലിം പള്ളികൾ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ്. അവയുടെ മനോഹാരിത ഇന്നും നമ്മൾ അത്ഭുതപ്പെടുത്തുന്നു. സാമൂഹിക ജീവിതം. അബ്ബാസിദ് കാലഘട്ടത്തിലെ സാമൂഹിക ജീവിതം വളരെ സജീവമായിരുന്നു. ബഗ്ദാദ് ഒരു പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രമായിരുന്നു. പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ കച്ചവടത്തിനായി എത്തിച്ചേർന്നു. ഇതൊരുപാട് സംസ്കാരങ്ങൾ ഒന്നിക്കുന്ന ഒരു സ്ഥലമാക്കി ബഗ്ദാദിനെ മാറ്റി. തകർച്ചയുടെ കാരണങ്ങൾ. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ സാമ്രാജ്യം തകർന്നത്? ഓരോ വലിയ സാമ്രാജ്യത്തിനും അതിൻ്റേതായ പതനമുണ്ടാകും. അബ്ബാസിദ് ഖിലാഫത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായ ചില കാര്യങ്ങളാണിവ. ആഭ്യന്തര കലാപങ്ങൾ. സാമ്രാജ്യത്തിനകത്ത് തന്നെ പല പ്രശ്നങ്ങളും അധികാര തർക്കങ്ങളുമുണ്ടായി. ഇത് രാജ്യത്തെ ദുർബലപ്പെടുത്തി. സാമ്പത്തിക പ്രശ്നങ്ങൾ. കാലക്രമേണ സാമ്പത്തികമായി രാജ്യം പിന്നോട്ടു പോകുകയായിരുന്നു. മംഗോളിയൻ ആക്രമണം. ഏറ്റവും വലിയ തിരിച്ചടി മംഗോളിയൻ സൈന്യത്തിന്റെ ആക്രമണമായിരുന്നു. ക്രിസ്തുവർഷം 1258 മംഗോളിയൻ സൈന്യം ബഗ്ദാദ് ആക്രമിച്ച് നശിപ്പിച്ചു. ഇതോടെ അബ്ബാസിദ് ഖിലാഫത്ത് അവസാനിച്ചു. അബ്ബാസിദ് ഖിലാഫത്ത് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഏടാണ്. ശാസ്ത്രം, സാഹിത്യം, കല, വാസ്തുവിദ്യ എന്നീ മേഖലകളിൽ അവർ നൽകിയ സംഭാവനകൾ എന്നും ഓർമ്മിക്കപ്പെടും. അവരുടെ കണ്ടുപിടുത്തങ്ങളും അറിവുകളും യൂറോപ്പിന് പോലും ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്കിന്ന് അബ്ബാസിദ് ഖിലാഫത്തിനെക്കുറിച്ച് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.